വണ്ടി വിട്ട് കയറുന്നുണ്ടോ? കയറുന്നൊക്കെ ആ കുട്ടി സൗദിയിലേക്കുള്ള മെഡിക്കൽ എവിടെയാണ് ഇതാ ഗൈസ് ഡോറടഞ്ഞു. എങ്ങനെ ഇറങ്ങും? എങ്ങനെ ഇറങ്ങല്? അല്ലാ, ഞാനും അത് ആലോചിക്കുന്നു. ആ ബസ്സിൽ കണ്ടക്ടറും ഇല്ല, ക്ലീനറും ഇല്ല, ഡ്രൈവർ മാത്രം. ഡ്രൈവർ ക്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിർത്തോ. ഡ്രൈവർ നിർത്തി. കൊള്ളുന്നു. ഭയങ്കര ചൂട് കേട്ടോ, ഭയങ്കര ചൂട്. ഔ, കസ്റ്റമർ എടുക്കാം. ഗൈസ് ഗുഡ് മോർണിംഗ്. അങ്ങനെ ഉറങ്ങിയിട്ടാ. ഇപ്പോൾ സമയം കറക്റ്റ് 6 മണിയായിട്ട്, രാവിലെ 6 മണി. അപ്പോൾ ഒന്ന് കോഴിക്കോടേക്ക് പോകണം. ഞാനും ജീജുവും കോഴിക്കോടേക്ക് പോയാൽ. ജീജുവിന് കോഴിക്കോടേറ്റൊരു ആവശ്യമുണ്ട്. രാവിലെ കേട്ടെ. ഗൈസ് അങ്ങനെ പായിച്ച് പിടിച്ച് പയങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയേട്ടാ. ശരിക്കും വണ്ടി ലേറ്റാട്ടോ. വണ്ടി ഉണ്ടല്ലോ, എത്ര മണിക്ക് വരേണ്ട വണ്ടിയാണെന്നറിയാം? പയങ്ങാടി 6:45 എത്തേണ്ട വണ്ടിയാണ്, പരശുരാം എക്സ്പ്രസ്. ഓക്കെ, അതായത് 6:45 പയങ്ങാടിൽ എത്തേണ്ട വണ്ടിയാണ്. ഇതിപ്പോൾ 7:10 എത്തുമെന്നാണ് കാണിക്കുന്നത്. 6:45 എത്തേണ്ടതാണ്, 7:10 അപ്പോൾ ഇപ്പോൾ 6:40 കേട്ടോ. ജീജ അങ്ങോട്ട് നടന്നിട്ടുണ്ട്. വേണ്ട എടുത്ത്. അപ്പം ഞാൻ ടിക്കറ്റ് വരുമ്പോൾ വണ്ടിയിൽ വരുമ്പോൾ ഫോണിലെടുത്തിന്, ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിന്. ഗോയ്സ് ഞാൻ പറഞ്ഞില്ല വണ്ടി ലേറ്റ് ആട്ടാ. അപ്പോൾ ഞാൻ മെല്ലെ ഇങ്ങോട്ടേക്ക് പാർക്കിങ്ങിലേക്ക് വന്നതാണ്. പാർക്കിങ്ങിൽ വണ്ടിയെല്ലാം അങ്ങനെ എത്തണത്ര കേട്ടോ. കണ്ട കുറച്ച് വണ്ടിയിൽ ഇവിടെ എല്ലാം ഫുള്ളാവും. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. മെയിൻ എൻട്രൻസ് അപ്പുറ സൈഡാണ്. ഇതിപ്പോൾ കുറച്ച് ആയി ഇങ്ങനെ സെറ്റാക്കിയിട്ട്, പാർക്കിങ് സെറ്റാക്കിയിട്ട്. മുമ്പ് ഇവിടെ പാർക്കിങ്ങൊന്നും ഉണ്ടായിട്ടില്ല, ഇപ്പോൾ കുറച്ചായി. അപ്പോൾ ട്രെയിന് പയ്യന്നൂർ എത്താൻ പോകുന്ന കേട്ടോ. 7:15. ഇവിടെ പയങ്ങളെത്തുമ്പോൾ 7:15. ഞാൻ ഡിലെയാണ്. നമ്മളുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ബൈക്ക് എടുത്ത് പോകാമെന്ന് വിചാരിച്ചേട്ടാ. നമ്മൾ സ്കൂട്ടിയില്ലേ, ബർഗുമേൻ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. രാവിലെ ഒരു 5:30 മണിക്ക് വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഒരു 9 മണിയാകുമ്പം കോഴിക്കോട് ഫറോക്ക് എത്തുന്ന ലെവലിൽ പോകാമെന്ന് വിചാരിച്ചത്. രാവിലെ അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ വിചാരിച്ചത്. പിന്നെ പ്ലാൻ മാറ്റി ട്രെയിനിന് പോകാമെന്നുള്ളത്. അങ്ങനെ പിന്നെ രാവിലെ എന്താ പറയുക, നേരം കൊണ്ടിരിക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ 6:20 25 അപ്പോൾ ഞാൻ നമ്മളെ ആപ്പിൽ കയറി നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്താ പറയുക, ചെറുത്തൂരായിട്ട് ഉണ്ടത്ര വണ്ടി ലയിക്കാം. പിന്നെ മെല്ലെ വന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ ബൈക്ക് എടുത്തിട്ട് പോകുന്നത് ഞാൻ ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും, കണ്ണൂരെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. രാവിലെ അങ്ങനെ ബ്ലോക്ക് ഉണ്ടാവില്ലല്ലോ. രാവിലെ ഉണ്ടാവും ഒരു 8 മണി എല്ലാം ആകുമ്പോഴത്തേക്ക്, 8 മണി 9 മണി സമയത്തെല്ലാം ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ. നമ്മളെ റോഡ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വളവട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് തന്നെയാണ്. സൂര്യന് ഉദിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ബ്ലോക്ക് തുടങ്ങും. അങ്ങനെയാണല്ലോ. അപ്പോൾ ജീജു ആടുണ്ട്. ജീജു റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതൊന്നുമല്ല. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഫുൾ ആൾക്കാരാണ്, നല്ല ആൾക്കാരുണ്ട്. ട്രെയിനിപ്പോൾ പയ്യന്നൂർ കഴിഞ്ഞു കേട്ടോ. ഗായ്സ് അങ്ങനെ ട്രെയിൻ എത്തിയേട്ടാ. 7:24 6:45 തന്നെ ട്രെയിനാണ്. 7:24 7:15 കാണിച്ചത്. വീണ്ടും ടൈം മാറി 7:24. അങ്ങനെ വണ്ടി എത്തി. എന്താ വണ്ടി ഇരുന്നു. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. കാറേ സാധനം ഇതാ. എന്താ വണ്ടി ചെയർ കെയർ, ഇതെല്ലാം ചെയർ കെയർ. ബാക്കിയുള്ള ഉള്ളിൽ ടൈറ്റാന്നല്ല ജിജു. കയറിക്കോ. വെയിലെന്ന് പറയാം. എന്താ വെയിൽ, അടിപൊളി വെയിൽ. കണ്ണുറക്കാൻ പറ്റുന്നില്ല അല്ലേ, ഭയങ്കര വെയിൽ കേട്ടാ. എങ്ങോട്ടേക്കാണ് വണ്ടി വിട്ട് കേട്ടാ. വണ്ടി വിട്ട് കയറുന്നുണ്ടോ?
കയറി നോക്കി ആ കുട്ടി ഏയ് 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 എന്താണ് കുട്ടീനെ മരിച്ചിട്ട് എന്തിന്റെ ആവശ്യത്തിന് പോയ ഫോട്ടോ ആന്ന് അത്രയ്ക്ക് സ്പീഡായ സമയത്താണ് എന്താ അവസ്ഥ എന്താ വണ്ടി മോശമില്ലാത്തൊരു സ്പീഡായി ആയ സമയത്താണ് ആള് കയറുന്നത് കുട്ടീനെല്ലാം കയറ്റുന്നു ഭയങ്കര ഡേഞ്ചറാട്ടോ അത് വണ്ടി വിട്ട സമയത്ത് കുട്ടീനെല്ലാം കയ്യിൽ കൊടുക്കുക ഉള്ളിലേക്ക് ഇത് പാഞ്ഞ് കയറുന്നു റിസ്ക് എന്നെല്ലാം പറഞ്ഞാൽ ഡേഞ്ചർ എന്നെല്ലാം പറഞ്ഞിട്ടല്ല ജസ്റ്റ് ഒന്ന് ഇതേക്കിനാ ട്രാക്കിലേക്ക് പോയി കണ്ടിട്ടെന്തോ ആയിപ്പോയി കിട്ടിയില്ലെങ്കിൽ അടുത്ത ട്രെയിന് പോവും അത്രയേ ഉള്ളൂ ഞാൻ ജീവൻ കളയുന്നു ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യമില്ല ഇത് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ കേട്ടാ ഇതെന്തോ പണി നടക്കുന്നുണ്ട് കണ്ടാ സാധനം കണ്ടാ പൊരിഞ്ഞ വെയിലും കണ്ണുറക്കാൻ പറ്റുന്നില്ല കണ്ട ഇവിടെ പണി നടക്കുന്നുണ്ട് ട്രെയിൻ ഒന്ന് ഡിലേ ആട്ടാ ലേറ്റാണ് കുറേ ലേറ്റാണ് പിന്നെ ഇപ്പം കണ്ടില്ലേ ട്രെയിനിൽ ഓടിക്കയറുന്നു കുട്ടീനെല്ലാം എടുത്തിട്ട് കൊടുക്കുകയാണ് ഉള്ളിൽ കയറിയവർക്ക് അപ്പോൾ ഫാമിലിയാന്ന് തോന്നുന്നു ഫാമിലി തന്നെ അപ്പോൾ ഫാമിലിയിലുള്ള ഒന്ന് രണ്ടാൾ കയറി ഉള്ളിലേക്ക് അപ്പോൾ പുറത്തുനിന്ന് കുട്ടീനെല്ലാം കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് ഓടുന്ന എന്താ പറയുക വണ്ടി കുറച്ച് സ്പീഡായി ആ സമയത്ത് അപ്പോൾ ആരും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ ആ ട്രെയിൻ മിസ്സായെങ്കിൽ അടുത്ത ട്രെയിനിന് പോവുക അത്രയേ ഉള്ളൂ വെറുതെ എന്തിനാ ജീവൻ കളയും ഒരു നിമിഷം കൊണ്ടായിരിക്കും എന്താ പറയുക എന്തൊക്കെ സംഭവിക്കാം അപ്പോൾ ആരും അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ കെയർ ചെയ്യുക ഓക്കെ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വെയിലെന്നെല്ലാം പറഞ്ഞാൽ ജീജു ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് ജീജുവിനെ കാണിച്ചു തന്നിട്ടില്ല അല്ലേ എൻ്റെ മുമ്പത്തെ വീഡിയോയിലുണ്ട് എൻ്റെ പുതിയാപ്പിളേ എൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ആവശ്യത്തിന് വന്നേ നമുക്ക് ഇവിടെ എല്ലാം പണി നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ഇതാണ്ടോ ഇത് നോക്കിയേ കണ്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ പണി നടക്കുന്നത് നല്ല സെറ്റപ്പ് ആക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ ജീജു വെച്ച് നടക്കുന്നുണ്ട് എന്നാൽ വേഗം പോവാ സംഭവം കുറച്ച് തിരക്കുണ്ട് ഓക്കെ ഫ്രണ്ട് അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഇത് അടിപൊളിയാക്കുന്നുണ്ടോ ഓട്ടോയിൽ പോണോ അതെ എന്നാൽ കയറി അങ്ങനെ ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കുറേ പോകാൻ എൻ്റെ 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്ററാ 1.5 കിലോമീറ്ററാ നടന്നാൽ മതിയായിരുന്നു ടൈമായി കേട്ടോ അതാ ടൈമായോണ്ടോ ഓട്ടോക്കാർ ഫറോക്ക് കോഴിക്കോട് സ്ട്രീറ്റ് എനിക്ക് ആ ട്രെയിനിൽ കയറുന്ന എനിക്ക് എന്തോ ആയിപ്പോയി 2 കുട്ടികളുണ്ട് 2 കുട്ടികളല്ലേ 2 കുട്ടികളെ എടുത്തിട്ട് ഉള്ളിലേക്ക് ഓടിക്കുക അതാ പറഞ്ഞേ അത് സംഭവം ഒരു ഫാമിലിയാണല്ലേ ഏതൊരു ഫാമിലിയാണ് അപ്പോൾ ഫാമിലിയിലുള്ളവർ ഉള്ളിൽ കയറി 1-2 ആൾ ഉള്ളിൽ കയറി ബാക്കിയുള്ളവർ കുട്ടീനെല്ലാം ഉള്ളിലേക്ക് കൊടുത്തിട്ട് തുള്ളി കയറിയാണ് ആ കുട്ടീനെ ആൾക്കാരെ കൊടുത്തത് പുറത്തുള്ള ആൾക്കാർ ഉള്ളിലേക്ക് കൊടുക്കുന്നത് കുട്ടീനെ 2 കുട്ടികളാണ് അതുകൊണ്ട് ട്രെയിൻ കുറച്ച് സ്പീഡായി അല്ലേ വണ്ടി വിട്ടിട്ട് കുറച്ച് ഇങ്ങനെ എന്താ പറയുക സ്പീഡായി വരാൻ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ അടുത്ത ട്രെയിനിന് പോവാം അത്രയേ ഉള്ളൂ എന്താണ് ഇത് വായ്പ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്യാപ്പിലേക്ക് കാല് പോയാൽ നമ്മുടെ എത്തി ഇത്ര 40 എവിടെയോ എത്തിയിട്ടുണ്ട് എവിടെ സ്ഥലമാകുമ്പോ ഫറോക്ക് എന്നൊരു 1.5 കിലോമീറ്റർ ആയിട്ടേ വന്നിട്ടുള്ളൂ 1.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ സൗദിയിലേക്കുള്ള മെഡിക്കൽ എവിടെയാണ് ഇതെയാ സംഭവം ഇതിവിടെയാണ് മെഡിക്കൽ അല്ലേ അപ്പം ഞാനിവിടെ ഇടങ്ങുണ്ടാവും കേട്ടാ ഉള്ളിരിക്കുന്ന വെയിൽ എന്നെല്ലാം പറഞ്ഞ അമ്മാതിരി വെയിൽ ചൂട് എന്നെല്ലാം പറഞ്ഞ അമ്മാതിരി ചൂട് കേട്ടാ പോരിയും ഇങ്ങോട്ട് ഇതെയാ പറ്റുമ്പോൾ ചായ കുടിക്കണം കേട്ടോ വീട്ടിൽ നിന്നുള്ള ദിവസം ചായ കുടിച്ചിട്ടാ വന്നിനി രാവിലെ എണീച്ച് വന്നല്ലേ രാവിലെ എന്ന് പറയുമ്പോൾ എത്ര മണിക്ക് 6 മണിക്കാ മെഡിക്കൽ ചെക്കപ്പ് സംഭവം ഹോസ്പിറ്റലാ കോയാസ് ഹോസ്പിറ്റൽ ഗോയ്സ് ഇതാ കോയാസ് ഹോസ്പിറ്റൽ കേട്ടോ അപ്രോഡ് മെഡിക്കൽ സെൻറ്റർ GCC അല്ലേ ഇതാ GCC അപ്രോഡ് മെഡിക്കൽ സെൻറ്റർ
എന്നാൽ പിന്നെ ശരിയേ എവിടെ ഉണ്ടേ ഗുയിസ് നമുക്കിവിടെ ഇരിക്കാം. ജീജു ഏതായാലും പോയിട്ട് വരട്ടെ കേട്ടോ. നല്ല തണല്, എന്തോ സുഖം എന്നറിയാം ഇവിടെ ഇരിക്കാൻ വേണ്ടിക്ക്. നല്ല തണല്. ഓക്കെ പ്ലാവ് കേട്ടോ, പ്ലാവ് ചക്കൻ്റെ മരം പ്ലാവ്. നല്ല സുഖം ഇരിക്കാൻ വേണ്ടിക്ക്. ചൂട്ടിന് നല്ല തണല്, എന്താ തണല്, അടിപൊളി തണല്. കാരണം കുറച്ച് നമ്മൾ നടന്നിട്ടില്ല, അവിടെ നിന്ന് ഇടം വരെ നടന്നിട്ടില്ല. അപ്പോഴത്തേക്ക് എന്താ പറയുക ഭയങ്കര ചൂട്, വേർത്ത്. ജീജു പുറത്ത് വന്നിട്ടുണ്ട്. ഗോയേഷ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി, നമുക്കിനി വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. എവിടെയാണ് ജീജു? ബയോമെട്രിക്സ്. അതെവിടെയാണ്? ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത്. ഗോയേഷ് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ നേരെ അവിടത്തേക്കാണ്. ഓക്കെ. കണ്ണിലിങ്ങനെ അടച്ചിക്കൊണ്ട് എന്താ പറയുക, പകുതി ഇങ്ങനെ അടച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഭയങ്കര വെയിൽ കേട്ടോ, അതാ സംഭവം. എന്നിട്ട് നമുക്ക് വൈകിട്ടത്തെ ട്രെയിനിന് തിരിച്ചു പോവാം അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ വൈകുന്നേരത്തെ ട്രെയിനിൽ തിരിച്ചു പോകും. ഒരു വെള്ളം ഒരു കുപ്പി വെള്ളം വാങ്ങി. വെള്ളം ഓട്ടോ റേറ്റ് ആയിക്കട്ടെ. 200 രൂപ. 8 കിലോമീറ്റർ പോകാൻ വേണ്ടി ഓട്ടോനോട് റേറ്റ് ചോദിച്ചാൽ 230 രൂപ പറഞ്ഞു. ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തേക്ക് ഇവിടുന്ന് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തേക്ക് 230 രൂപ. ബസ്സിന് പോവാന്ന് പറഞ്ഞു അവിടുന്ന്, ആ ഷോപ്പിൽ നിന്ന്. പക്ഷെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നമ്മുടെ വീടില്ല ആളല്ലോ, അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ 8 കിലോമീറ്ററെല്ലാം പോകാൻ വേണ്ടി 230 രൂപ ഉണ്ടോ? 8 കിലോമീറ്റർ 10 കിലോമീറ്റർ ആയിട്ട് അത്രയും ഉണ്ടാവുള്ളൂ. 8 കിലോമീറ്റർ എന്നാ പറഞ്ഞത്. 230 രൂപ ഉണ്ടോ? ഇതെവിടെയാന്ന് ചോദിക്കാം. ഇത് വേറെ അടുത്തേക്ക് വന്ന് ഓടിയിട്ട് ഒരു ബസ്സിൽ കയറി. കോമഡിയാന്ന്. ഇത് വേറെ എവിടെയോ പോകുന്ന ഹൈലൈറ്റ് മാൾ പോല. എന്നാ അടുത്ത സ്റ്റോപ്പ് ഇറങ്ങാം. എന്താ ഹൈലൈറ്റ് മാളിൽ പോകാൻ കഴിയോ? ഇല്ല, ഇന്ന സിനിമയിലെടുത്തടാ, സിനിമയിലെടുത്ത്. എന്തിനാ ഓടിക്കേറിയില്ലോ ബസ്? ഗൈസ് ഡോറടഞ്ഞു. ഇനിയെങ്ങനെ ഇറങ്ങും? ഇനിയെങ്ങനെ ഇറങ്ങല്? അല്ലാ, എങ്ങനെ ഇറങ്ങല്? എങ്ങായി അമ്മൂപ്പ ജീജു അവിടെ ഇവിടെ പോയി ചോദിക്കുന്നുണ്ട്. അടുത്ത ഷോപ്പിൽ ഇറങ്ങാം. അതെയാ, എന്നാ പിന്നെ ഇവിടെ ഇറങ്ങാം. ഡ്രൈവർ സാർ, ഇതെങ്ങനെ തുറക്കലേ? ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ടേ അമ്മ? ഡ്രൈവർ പൈസ ഒന്നും കൊടുക്കണ്ട. ഇത് ഫ്രീ സർവീസാ? ഡ്രൈവർ മാത്രമേ ഇല്ലൂ, ക്ലീനറും കണ്ടക്ടറും ഒന്നും ഇല്ല. നമ്മ ഇപ്പുറം വന്നിറങ്ങി. തറവാട്ടിലെ ബസ് പോലെ ഉണ്ടായി. ഇപ്പോൾ എന്താ സംഭവം ഒന്നും തിരിയുന്നില്ല. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോണ്ട് ജീജു ഓടി ബസ്സിൽ കയറുന്നു. ജീജു ഓടി ബസ്സിൽ കയറുന്നു, ഞാനും കയറി. ബസ്സിൽ കയറിയിട്ട് ചോദിക്കുന്നത് ഇത് ഹൈലൈറ്റ് മാളിൽ പോകുന്നു. ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് വരുന്ന സ്റ്റോപ്പിൽ ഇവിടെ ഇറങ്ങി. ഇവിടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ ഇറങ്ങാൻ കിലോ പോലും. ഇവിടെ ഇറങ്ങിക്കളെ മക്കളെ. കോമഡിയാണ് കോമഡി. ഇത് നമ്മൾ വന്ന അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോയെന്ന്. ഞാനും അത് ആലോചിക്കുന്നു. ആ ബസ്സിൽ കണ്ടക്ടറും ഇല്ല, ക്ലീനറും ഇല്ല, ഡ്രൈവർ മാത്രം. ഡ്രൈവർ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിർത്തോ. ഡ്രൈവർ നിർത്തി. അതൊക്കെ ഓൾറെഡി അവിടെ സ്റ്റോപ്പുണ്ട്, നിർത്തും എന്തായാലും. അങ്ങനെ തീരുമാനമായി. ഇവിടുന്ന് ഹൈലൈറ്റ് മാളിലേക്ക് ബസ് കിട്ടൂല, സ്റ്റാൻഡിൽ പോകണം പോലും. ഇപ്പോൾ ഒരു ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞു, ഒരു ബസ് ഇപ്പോൾ പോയി, അതിൽ കണ്ടക്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞ് സ്റ്റാൻഡിൽ പോയിട്ട് കയറണമെന്നു. അപ്പോൾ സ്റ്റാൻഡിലേക്ക് നമുക്ക് ഓട്ടോന് റേറ്റ് ചോദിക്കാമല്ലോ. ഇത് കോയമ്പത്തൂരേക്ക് ഞാനും ആച്ചിയും പോയിട്ട് കുറച്ച് പട്ടം കറങ്ങി. അതുപോലെ ആയിപ്പോയി കേട്ടോ. അതുപോലെ ആയില്ല, അതുപോലെ ഓട്ടോക്കാരൻ പറ്റിച്ച് നമ്മളോ. അതുപോലെ ഓട്ടോക്കാരൻ പൊരിച്ചിന്.
നമ്മളൊരു ഓട്ടോയിൽ കയറി, ചെറിയൊരു കഥ പറഞ്ഞുതരാം. നമ്മളൊരു ഓട്ടോയിൽ കയറി, കയറിയിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ഒന്ന് ബട്ടൺ ചുറ്റിയിട്ട് നമ്മൾ അവിടെ തന്നെ കൊണ്ടുവന്ന് ഇറക്കി, എന്നിട്ട് പൈസ വാങ്ങിയിട്ട് പോയി. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് സംഭവം ഉണ്ടായി. എൻ്റെ ഒരു പഴയ വീഡിയോ കണ്ടവർക്കറിയാം. കോമഡിയാണ്. ബസ്സിൽ കയറി, ബസ്സിൽ പുതിയ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ പോയാ. ജീജോടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായി, ഒരു ഷോപ്പിൻ്റെ. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ അങ്ങനെ വന്നു. ഈ പുതിയ സ്റ്റാൻഡാണ് പോയി ഇറങ്ങാം. ഇവിടുന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് ഒരാൾക്ക് 18 രൂപേൻ്റെ ഓട്ടോ കേട്ടോ. 18. ബസ്സിന് 18 രൂപ ഒരാൾക്ക്. മിംസ് ഹോസ്പിറ്റൽ, ആസ്റ്റർ മിംസ് വേണ്ട, ആസ്റ്റർ മിംസ്. സത്യം പറഞ്ഞാൽ എത്ര കാലം കൂടിയിട്ടാണെന്നറിയാം ബസ്സിൽ കയറുന്നു. ഒരുപാടായി ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിട്ട്. ജിജോ കുറേ ബസ്സിൽ ഞാനിപ്പം കയറിയില്ല, കുറേ കൂടിയിട്ട്. ഞാൻ കുറേ കാലം കൂടിയിട്ടാണ് ബസ്സിൽ കയറുന്നത്. പക്ഷെ ഒരു രസമാണല്ലേ സൈഡിലിങ്ങനെ ഇരുന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും ബസ്സിൽ പോകുമ്പോൾ ഉറക്കം വരും കേട്ടോ. ഉറങ്ങാം കേട്ടോ നമുക്ക് അല്ലേ. കാറ്റടിച്ചിട്ട് നല്ല ഉറക്കം വരും. പണ്ട് പിന്നെ സ്കൂളിലെല്ലാം പോയിട്ടുണ്ട് കുറേ, എന്താ പറയുക, കുറേ വർഷം. കുറേ വർഷമല്ല, കുറച്ച് വർഷം. ആ സമയത്ത് കണ്ണൂരൊക്കെല്ലാം പോക്ക് ബസ്സിൽ തന്നെ. ഇപ്പം പിന്നെ ബൈക്ക്, അതിന് ശേഷം ബൈക്ക് എടുത്തതിന് ശേഷം പിന്നെ ഫുൾ ബൈക്കിൽ തന്നെ അല്ലേ. അതാ ഇങ്ങനെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാം. നല്ല രസമുണ്ട്. അയ്യോ, പുതിയ സ്റ്റാൻഡ്. മക്കളെ ഇനി പാലായി ബസ്. പാലായി തന്നെയല്ലേ? പാലായി ബസ്. നട്ടപ്പൊരുന്ന വെയിലത്ത് ഞാനും ജീനും കൂടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലൂടെ, തെരുവിലൂടെ നടക്കുകയാണ്. പൊരുന്ന വെയിലാണ് ഗുയിസ് കേട്ടോ. പക്ഷെ ഇതെല്ലാം രസമാണ്. രസം എന്ന് പറഞ്ഞാൽ ഓർമ്മ വന്നേ. ഭക്ഷണം കഴിച്ചില്ല, ഭക്ഷണം കഴിക്കണം. നമുക്കിടുന്ന് ഭക്ഷണം കഴിക്കണം. ചീര സ്പീഡായിട്ട് എടുത്ത വണ്ടിക്കെല്ലാം എന്ത് പാച്ചില പായിന്ന് നമുക്ക് ക്രോസ് ചെയ്യാം. ബസ്സെല്ലാം പോകുന്ന അതാ. ആനവണ്ടി ബാവാ. എന്തൊരു വാഹനം എന്നെല്ലാം പറഞ്ഞാലുണ്ടല്ലോ, അമ്മാതിരി വാഹനം. വണ്ടി എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനത്തെ വണ്ടി കേട്ടോ. ഇത് നോക്കിയാൽ ഫുള്ള് തിരക്ക്. ഇവരെല്ലാം അടുത്തേക്ക് പോകുന്നു. നോക്കിയാൽ എത്ര വണ്ടിയല്ലേ. ഫുള്ള് ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഇടക്കാലോചിക്കും ഇവരെല്ലാം അടുത്തേക്ക് പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അവരുടേതായ തിരക്കുകൾ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരവർ പോകും. അതന്നെ, എല്ലാവർക്കും അവരുടെ തിരക്കുകൾ. അതന്നെ. ഭക്ഷണം കഴിക്കണം, വിശക്കുന്നു. എവിടെയാന്ന് ചേച്ചു? എവിടുന്നാന്ന്? നമുക്ക് ആദ്യം നമ്മുടെ കാര്യം നടക്കണം, അങ്ങോട്ട് പോവാം. ആദ്യം 1000 നടക്കണ്ടേ? 1000 നടന്നിട്ട് ചെയ്യാം. നമ്മളങ്ങനെ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ ഇറങ്ങിയിട്ടാ, വേറെ ബസ് കയറിയിട്ട് പോവാ. ഇത് ഫ്ലൈ ഓവർ അല്ലേ? പുതിയ ഫ്ലൈ ഓവറിൻ്റെ ഇത് കണ്ടോ? ഫുഡാ ഫ്ലൈ ഓവറിൻ്റെ ഇത് കണ്ടോ? ഓക്കെ ഗുയിസ്, നമ്മളുണ്ടല്ലോ ഫുഡ് കഴിക്കാൻ വന്നിട്ടോ. ഇത് ഹൈലൈറ്റ് മാളിൻ്റെ കുറച്ചിപ്പോൾ. അപ്പോൾ ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. ജിജൂസ് മന്തിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് മന്തി കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഊണാ വിചാരിച്ചത് കഴിക്കാൻ, ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഊണി ഭാഗത്ത് കാണുന്നില്ല. ഞാൻ മന്തി കഴിക്കാൻ വെച്ചാൽ കട്ട് അത് തൊണ്ടാനൊക്കെയാണ്. തൊണ്ടാൻ ആ സുഖമെന്നറിയാം സ്പ്രൈറ്റിൻ്റെ ഉള്ളിലെത്തുമ്പോൾ അല്ലേ. അമ്മാതിരി
അമ്മാതിരി ചൂടായോണ്ടോ, ഭയങ്കര ചൂടല്ലേ, എന്താ ചൂട് അതുകൊണ്ടാ. അങ്ങനെ മന്തി എത്തി, ഹാഫ് മന്തിക്ക് പറഞ്ഞിട്ട് എടുത്തോ, കഴിച്ചു കിട്ടും. കഴിച്ചോക്കട്ടെ. എടുത്തോ. കൊള്ളുന്നു, ഭയങ്കര ചൂട് കേട്ടോ, ഭയങ്കര ചൂട്. ഔ കച്ചമ്പറ എടുക്കാം. കുഴപ്പമില്ല, കഴിക്കട്ടെ. ഓക്കെ അങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മൾ ഇവിടെ വന്നു. വിസ ഇവിടത്തേക്ക് വന്നിട്ടോ, സൗദി അറേബ്യ രാജ്യത്തിന് വേണ്ടി. സൗദി വിസ സെൻറ്റർ അല്ലേ, അതൊരു വിസ സർവീസ് ബയോമെട്രിക്സ്. ഇതാ വിസ സേവന കേന്ദ്രം. ഗായ്സ് അപ്പോൾ പരിപാടി കഴിഞ്ഞു, നമ്മളിന്ന് പോയാട്ടോ. ഗായ്സ് നമ്മൾ ഹൈലൈറ്റ് മാളിന് മുമ്പിൽ എത്തിയാട്ടോ. അടുത്തൊന്ന് കയറിക്കിട്ട് ഹൈലൈറ്റ് മാൾ. വാവ്, എന്താ സുഖം, എന്താ സുഖം, എന്താ സുഖം, അടിപൊളി. പുറത്തുനിന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്കുണ്ടല്ലോ, രക്ഷയില്ല. ഇതേ ഓടിക്കുന്നു ജീപ്പ് ജീപ്പ്. ബാംഗ്ലൂർ ബാംഗ്ലൂർ നമ്മൾ അത്തർ നല്ല കാണിച്ചതാ. പെർഫ്യൂംസ് അതിൻ്റെ അടുത്തേ കൂടെ പോകുമ്പോൾ തന്നെ നമ്മളെല്ലാം മണത്ത്, നമ്മളെന്താ മണം ഇതൊക്കെ. വേണ്ട സ്നോ ഫാൻറ്റസി അടിയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ഒന്നല്ല, നമ്മിപ്പോൾ ഇത് നോക്കുന്നതെങ്കിൽ ഇപ്പം നമ്മൾ എത്രാമത്തെയാണ് ഇത് നോക്കുന്നതിന് നമ്മ 3-ാമത്തെ 4-ാമത്തെ ആയിട്ടല്ലേ. ഒരു ദിവസം ഇവിടെ വരണം, ഫാമിലി ആയിട്ട് വരണം അല്ലേ. സ്നോ ഫാൻറ്റസി ഉണ്ടോ? ഇതേ ഒരു ട്രെയിൻ പോകുന്നു, ട്രെയിൻ കണ്ടോ, ഒരു ട്രെയിൻ പിള്ളേർ ആരപ്പോൾ ഡ്രൈവറാണെങ്കിൽ വലിയ ഡ്രൈവർ കേട്ടോ. പിള്ളേർ മാത്രമല്ല, വലിയ ആളിലിരിക്കുന്നുണ്ട്. നമ്മിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും, പുറത്തേക്ക് കയറിയതാ. ഓക്കെ ഗൈസ്, ഏതായാലും കയറിയല്ല, നമുക്ക് കുറച്ചും കൂടെ നോക്കിയിട്ട് പോകാട്ടോ. കുട്ടികൾ തുള്ളി കളിക്കുന്നു, ഇതുണ്ടോ? ഇതേ പിള്ളേർ ബോളിൻ്റെ പാക്കറ്റ് വായിന്ന. ഇപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് കുട്ടികളെ കളി കണ്ട. കുട്ടികൾ മാത്രമല്ല, വലിയ ആളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ പറ. ഇതങ്ങനെ ഫുഡ് കോർട്ട് കണ്ടോ, ഇതാ കാണുന്ന ഫുഡ് കോർട്ട്. ഇതെല്ലാം ഗെയിംസ് കേട്ടോ, കംപ്ലീറ്റ് ഫുൾ ഗെയിംസാണ്. നല്ല സെറ്റപ്പും ഉണ്ട്. MC ഡൊണാൾഡ്സ്, മക്ഡൊണാൾഡ്സ്, ബീസ് ഒരു ഐസ്ക്രീമാണ്. വാനില അല്ല, ഫ്ലേവർ വാനില. അടിപൊളി സാധനം കേട്ടോ. എങ്ങനെയുണ്ട്? നൈസല്ലേ? ഫ്ലേവറല്ലേ? പൊളി. പോവാൻ കഴിയും. വയറ് നിറഞ്ഞ് ഇതിലോട്ട് ഇറങ്ങാല്ലേ? അടുക്ക മണിയെല്ലാം അടിക്കുന്നുണ്ട്, മുകളിൽ മണിയെല്ലാം മുട്ടുന്നു. സ്നേഹം പോലെ വിടരും കടലായി കടമിടിയിൽ കമലതളും കവിളിണയിൽ സിന്ദൂരം നടന്നാൽ മഴ
മസാജ് ഉണ്ടോ ബസ്സിൽ വീണ്ടും ബസ്സിൽ. അപ്പോൾ ഹൈലൈറ്റ് മാളിന് മുമ്പ് ബസ് കിട്ടി. അപ്പോൾ ഓട്ടോക്കാരനോട് ചോദിച്ചു. ഓട്ടോക്കാരൻ പറഞ്ഞ് 8 കിലോമീറ്ററാണ്, 220 രൂപ. അപ്പോൾ തന്നെ ബസ് വന്ന് നമ്മൾ ബസ്സിൽ കയറി. തൊണ്ടയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാൻ. തൊണ്ടയാട് അല്ലേ, 10 രൂപ അല്ലേ, ഒരാൾക്ക് 10 രൂപ ഇവിടുന്ന് തൊണ്ടയാടല്ലേ. അങ്ങനെ 20 രൂപയ്ക്ക് 2 ടിക്കറ്റ്. ഇനി തൊണ്ടയാട് ഇറങ്ങിയിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണെന്ന്. ഓക്കെ, അങ്ങനെ തൊണ്ടയാട് എത്തിയോ? തൊണ്ടയാട് ഇനി എങ്ങനെയാണ് പോകേണ്ടത് പറഞ്ഞുതരാം. എവിടെ സ്ഥലം? എവിടെ? കാസർഗോഡാ? കാനങ്ങാടാ. അപ്പോൾ നമ്മൾ ഈ ബസ്സിനാണ് വന്നിനി. ഇതാ ഈ ബസ്സിന്. അപ്പോൾ ഈ ബസ്സുകാരൻ പറഞ്ഞ് തൊണ്ടയാട് ഇറങ്ങിയാൽ മതി. തൊണ്ടയാട് ഇറങ്ങിക്കാൻ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തൊണ്ടയാട് ഇറങ്ങി. കണ്ടക്ടർ പറയണ്ടേ, ഇത് കണ്ടക്ടർ പറഞ്ഞിട്ടുമില്ല. തൊണ്ടയാട് എത്തി. നമ്മൾ ഇറങ്ങി. ഇതാ സ്ട്രെയിറ്റ് പോയ കണ്ണൂർ, ലെഫ്റ്റ് കോഴിക്കോട് ടൗണ്, പിന്നെ മെഡിക്കൽ കോളേജ് റൈറ്റ്. തൃശ്ശൂർ ഇതങ്ങനെ പട്ടം റാ കണ്ട റാക്കാനാ പറയുക റാ. ഇനി ഇവിടുന്ന് എന്താക്കണ്ടി? ഇവിടുന്ന് ഓട്ടോയിൽ പോയാലോ നമുക്ക്. ദിവസം നമ്മളങ്ങനെ ഓട്ടോയിൽ കയറി. എത്ര കിലോമീറ്റർ ഉണ്ട് കേട്ടോ? 5 കിലോമീറ്റർ അല്ലേ? എന്നാൽ വിട്ടോ, 100 രൂപ കേട്ടോ. നമ്മൾ ടീമായി. നമ്മൾ ടീമായി. പേര് പറഞ്ഞാൽ എന്താ പേരെന്താ? ഷാക്കിർ സാലി. അപ്പോൾ ഇവർ കാനങ്ങാടല്ലേ? ഇത് നമ്മൾ സെറ്റായിട്ട് 4 ആൾ ഓട്ടോ കയറി. നമ്മൾ ജീജു ഇതിവിടെ ഉണ്ട്. ഇവിടെ ഒരാൾക്കും കൂടി ഇരിക്കാം. ഷെയർഡ് ആയിരുന്നല്ലേ, ഒരാളെയും കൂടെ കിട്ടിയെങ്കിൽ. നമ്മളങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെത്തി. അയ്യോ എന്തോന്നാണ് കേട്ടില്ലേ, റെയിൽവേ സ്റ്റേഷനെത്തി. കോഴിക്കോട് ഇനി ടിക്കറ്റ് എടുക്കണം. 5 മണിക്ക് വണ്ടിയുണ്ട്, 5:15 വണ്ടിയുണ്ട്. നോക്കിയിട്ട് ഏതാ നോക്കിയിട്ട് കയറാട്ടാ. പയങ്ങാളിലേക്ക് 5 മണിക്ക് 5:15 ഇനി വണ്ടിയുള്ളൂ. 2 വണ്ടി. അതിന് ഇത്ര അടുപ്പിച്ചിട്ട് വണ്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ 5 മണിക്കുണ്ട്, 5:15 ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് നോക്കിയിട്ട് കയറാം. ഓക്കെ, ഇറങ്ങാം. ഇറങ്ങൂ ഗൈസ്. ചേട്ടാ താങ്ക്സ് ചേട്ടാ. ഓക്കെ, നമ്മളുണ്ടല്ലോ പ്ലാറ്റ്ഫോം 5ലേക്ക് വന്നേട്ടാ, 5. അപ്പോൾ ഇവിടെയാണ് നമ്മളെ വണ്ടി വരിക, പയങ്ങളിലേക്കുള്ള വണ്ടി വരിക. ഇത് നമ്മൾ ജീജു കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ ട്രെയിൻ എത്തിയേട്ടാ. നല്ല ആൾക്കാർ കയറാനുണ്ട് ട്രെയിൻ. ഇതെല്ലാം AC ആണ്. ഫ്രണ്ടിൽ പോയ ജനറലും ഭയങ്കര ടൈറ്റാണ്. ടൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ടൈറ്റ്. ഇത് AC. നമുക്ക് അങ്ങ് പോകാം. അങ്ങ് പോട്ടാ. ഇതെല്ലാം AC ആണ്. അങ്ങോട്ട് ജിജു. ജനറൽ എന്തായാലും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഭയങ്കര ടൈറ്റ് ആയിരിക്കും കേട്ടോ. ഭയങ്കര ദുഃഖമായിരിക്കും. നോക്കാം. ഓക്കെ, ജനറൽ അങ്ങാന്ന് ലാസ്റ്റാണ്. ഇത് ജനറൽ കയറിയ പറ്റും. കാര്യം ഇത് AC ആണ്. സ്ലീപ്പർ പിന്നെ അങ്ങാന്ന് കേട്ടാ. സ്ലീപ്പർ കുറേ അങ്ങ് പോയി. ഇത് കാണിക്കുന്നുണ്ട്. എല്ലാം ഇവിടുന്ന് കാണാൻ പറ്റുമല്ലോ. ഓ ജനറൽ തിരക്കാണിച്ചു തരാം. ഒരു കാര്യം ചെയ്യേണ്ടി വരും. പിന്നെ ജനറൽ ടിക്കറ്റ് മറ്റിലേക്ക് സ്ലീപ്പറിലേക്ക് മാറ്റണം. നോക്കാം നമുക്ക്. അത് AC-ൻ്റെ ആളാണ്. അയാൾ സ്ലീപ്പറിലേക്ക് അയക്കും. പോലീസ് ഫോട്ടോ എടുക്കുന്നു. എങ്ങനെയാ കയറല്? അമ്മ സ്ലീപ്പറിൽ കയറി. സ്ലീപ്പറിൽ സ്ലീപ്പറിലുള്ള ഇപ്പം വടകര എത്തിയേട്ടാ. വടകര വളവിലൊരു 60 തെങ്ങ്, 60 തെങ്ങിൽ 60 പൊത്ത്, 60 പൊത്തിൽ 60 നെത്ത്, നെത്തിന് കണ്ണെത്ര. അങ്ങനെ പയങ്ങാടി എത്തി. പയങ്ങാടി അയ്യോ വീഴ്ച. അങ്ങനെ പയങ്ങാടി ഇറങ്ങി. ഇനി നേരെ നാട്ടിലേക്ക് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ അടുത്ത് പോയേട്ടാ. ഇപ്പുറത്തെ സൈഡിലല്ല, നേരെ അപ്പുറത്തെ സൈഡിലാണ് വണ്ടിയുള്ളത്. നമ്മ വന്ന വണ്ടി വിട്ടേട്ടാ. ഇതാ പോകുന്നു. നേരത്തെ ഇങ്ങനെ ഇതിനേക്കാൾ കുറച്ചും കൂടി സ്പീഡ് അതിനല്ലേ നേരത്തെ. രാവിലെ പോകുമ്പോൾ അവർ തുള്ളി കയറിയിട്ട് എൻ്റെ അമ്പോ ഈ സ്പീഡിലായിട്ടാന്ന് തോന്നുന്നു. പേടിച്ച് പോയി കണ്ടിട്ട്.
ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ഈ ട്രെയിനിൻ്റെ ഗ്യാപ്പ് ഉണ്ടോ, പ്ലാറ്റ്ഫോമും ട്രെയിനും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടോ? ഇങ്ങനെ എന്താ പറയുക, വണ്ടി ഓടുമ്പം കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ചാൽ ഗ്യാപ്പിലേക്ക് വീണ് പോകും. അങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ. അപ്പോൾ ഈ സൗണ്ട് ശ്രദ്ധിക്കുക കേട്ടോ, വേണ്ടാത്ത ഇതൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, വണ്ടി പോയി വെള്ളം കുടിക്കട്ടെ. മക്കളെ ചൂട് സമയമാവും, അപ്പോൾ വെള്ളം കുടിക്കാം കേട്ടോ. അത് ജീജു പറഞ്ഞ് വെള്ളത്തിൻ്റെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഭയങ്കര ചൂടല്ലേ, സ്കിന്നെല്ലാം എന്താ പറയുക, ബോഡിയെല്ലാം പൊള്ളാൻ തുടങ്ങി ആൾക്കാർ. പുറത്തെല്ലാം ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. 2 ദിവസം കൊണ്ട് മഴ പെയ്യുമായിരിക്കും അല്ലേ? മഴ പെയ്യുമെന്നാണ് പറയുന്നത്, നോക്കാം നമുക്ക്. മഴ പെയ്യുമെന്ന് പറയുന്നുണ്ട്. പെയ്യണം, മഴ പെയ്യണം. കടന്നുറങ്ങാൻ കഴിയില്ല. നമ്മളിവിടെ പഴയങ്ങാടി ഇതാ, ഇവിടെ ഫുള്ള് ലൈറ്റെല്ലാം കൊടുത്ത് നല്ല സെറ്റാക്കി ഇട്ടാ. കണ്ട പുതിയ ട്യൂബ്, ഇതാ അപ്പുറം ഇപ്പുറം പുതിയ ട്യൂബ് കണ്ടോ. അത് പുതിയതാണ്, ഇത് പുതിയതാണ്. ഇത് പുതിയ സെറ്റാക്കിയതാണ്. നമുക്ക് ബ്രിഡ്ജ് കയറിയിട്ട് അപ്പുറം പോകണം കേട്ടോ. മെയിൻ എൻട്രൻസ് റൈറ്റ് സൈഡിലാണ്, വലതു ഭാഗത്ത്. ഇപ്പോൾ ഇടത് ഭാഗത്ത് പാർക്കിംഗ് ഉണ്ട്. ഞാൻ രാവിലെ കാണിച്ചു തന്നില്ല. അപ്പോൾ നമുക്ക് അപ്പുറം പോയിട്ട് വണ്ടി എടുക്കണം. എന്നിട്ട് അതുവഴി തന്നെ നമുക്ക് നേരെ പോവാം കേട്ടോ. മെയിൻ എൻട്രൻസ് ഇപ്പുറം വലതു ഭാഗത്ത്, ഇവിടെയാണ് മെയിൻ എൻട്രൻസ്. ബസ്സെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ വലതു ഭാഗത്തേക്ക് കൂടെ ഇറങ്ങുക. എന്നാൽ പിന്നെ ബസ് കിട്ടും, നേരെ പയങ്ങളിലേക്ക് കിട്ടും ബസ്. ഈ എന്തെന്നിങ്ങനെ വൃത്തിയിട്ട് ഇതല്ലേ നമ്മളെ ഇത് നോക്കിയാൽ റെയിൽ നോക്കിയാൽ കംപ്ലീറ്റ് വേസ്റ്റ് കേട്ടോ. ഫുള്ള് വേസ്റ്റാവും. ബോട്ടിലും പിന്നെ പ്ലാസ്റ്റിക് കവറും എന്താ പറയുക, ഭക്ഷണത്തിൻ്റെ വേസ്റ്റും കാര്യങ്ങളും. ഇത് നോക്കിയാൽ കാണിച്ചത് ഇത് കണ്ടോ. നമ്മൾ രാവിലെ ഇത് കണ്ടിന്യൂ കണ്ട, ഇവിടെ എല്ലാം ട്രാക്ക് കംപ്ലീറ്റ് വേസ്റ്റാവും. അപ്പോൾ രാവിലെ ഇത് നമ്മൾ കണ്ടിന്യൂ. പിന്നെ ട്രെയിൻ വരുന്ന തിരക്കാൻ വേണ്ടി പിന്നെ കൂടുതൽ നോക്കിയില്ല. കണ്ട ഫുൾ വേസ്റ്റാണ്, അങ്ങനത്തോളം വേസ്റ്റ് തന്നെ. എന്താ അവസ്ഥ? ട്രെയിൻ ഇടുന്നതായിരിക്കും അല്ലേ? അങ്ങനെ നമ്മളെ വണ്ടി വെച്ചെടുത്തെത്തി കേട്ടോ, പാർക്കിങ്ങിലെത്തി. എവിടെയാണ് വണ്ടി വെച്ചേ? വണ്ടി എടുത്തിട്ട് ഇനി നാട്ടിലേക്ക് കേട്ടോ. ഓക്കെ, വേറൊന്നുമില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് കാണാം. അപ്പോൾ അതുവരെ ബൈ. ജിജു ഒരു ബൈ പറഞ്ഞേ. ബൈ.